സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ കല്യാണത്തിന് ഏട്ടൻ ഇങ്ങനെ വിളിച്ചായിരുന്നു, വേണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഇതായിട്ട് ഇങ്ങനെ ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തു. നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് കൊടുക്കാമല്ലോ, ഈ ഒരു കാര്യം ചെയ്യാൻ എനിക്കൊന്ന് കംപ്ലൈന്റ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ മാറ്റർ ഞാൻ ടൈപ്പ് ചെയ്ത് ചേട്ടന് അയച്ചു കൊടുത്തു. ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് PM ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ്. പിന്നെ ഇതിന്റെ എന്തോ അങ്ങനെ. നമസ്കാരം. നിങ്ങളിപ്പോൾ കേട്ടത് സ്ക്രീനിൽ കണ്ടല്ലോ, പ്രവീണ, അതായത് മലയാളം ആക്ട്രസ് പ്രവീണയുടെ സൗണ്ടാണ് കേട്ടോ. പ്രവീണയുടെ വോയിസാണ്, ഒരു ഫോൺ കോളാണ്. അതായത് ഏകദേശം 1 വർഷം മുന്നേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല, 1 വർഷം മുന്നേ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതായത് ആക്ട്രസ് പ്രവീണയുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ, ന്യൂഡ് ഫോട്ടോസ് പ്രചരിപ്പിച്ച കേസിൽ ഒരു തമിഴൻ ഭാഗ്യരാജ് എന്ന് പറഞ്ഞൊരു ചങ്ങാതിനെ അറസ്റ്റ് ചെയ്തൊരു ന്യൂസ് നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഏകദേശം 5-6 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. 5-6 വർഷമായിട്ട് ഒരുത്തൻ പ്രവീണയുടെ എന്ന് മാത്രമല്ല, പ്രവീണയുടെ ചെറിയ മൈനറായിട്ടുള്ള ആ കുട്ടിയുടെ പോലും ന്യൂഡ് ഫോട്ടോസ്, ഓക്കെ, ന്യൂഡ് ഫോട്ടോസ് അല്ല, മോർഫ് ചെയ്തിട്ടുള്ള നഗ്ന ഫോട്ടോസ്, വൾഗറായിട്ടുള്ള ഫോട്ടോസ് പ്രചരിപ്പിക്കുക പറഞ്ഞാൽ വെറുതെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇതുപോലെ സൈറ്റ്സിൽ കയറി അപ്ലോഡ് ചെയ്യല്ല. പ്രവീണയായിട്ട് കണക്ഷനുള്ള, അതായത് പ്രവീണയുടെ ക്ലോസ് കോൺടാക്ട്സ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന ഒരു എന്നും 1 മണിയാകുമ്പോൾ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു. അത് മാത്രമല്ല, പ്രവീണ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് പ്രവീണ ആർക്കെങ്കിലും ഈ ഒരു ഏതെങ്കിലും പോസ്റ്റിന് പോയി പ്രവീണ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈക്ക് ചെയ്ത ആളെയും ഭയങ്കരമായിട്ട് ഭീകരമായിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുക. സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ പ്രവീണയുടെ അമ്മ, കസിൻ സിസ്റ്റർ, പിന്നെ മോള്, ഇവരുടെയൊക്കെ ഫോട്ടോസ് മോർഫ് ചെയ്തതിന് ശേഷം ഇവർക്ക് അയച്ചു കൊടുത്തത് ഡയറക്റ്റായിട്ട് പ്രവീണയ്ക്ക് അയച്ചു കൊടുക്കുന്നില്ല. ഡയറക്റ്റ് പ്രവീണയ്ക്കല്ല കിട്ടുന്നത്. ഈ ഫോട്ടോസ് ഇവൻ വേറെയുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക, അതായത് ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അവരെ ടാഗ് ചെയ്തിട്ടൊക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർ അയച്ചു കൊടുക്കുന്ന സമയത്താണ് പ്രവീണ അറിയുന്നത് ഇങ്ങനൊരു കേസ് ഉണ്ടായിരുന്നു. ഏകദേശം 5-6 വർഷമായിട്ട് ഇത് നിലനിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ ന്യൂസ്, ആ പഴയ ന്യൂസ് ഞാൻ ജസ്റ്റ് ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടോ. അതായത് അന്നത്തെ ADGP മനോജ് എബ്രഹാം, ADGPനെ തോന്നുന്നു കേട്ടോ, മനോജ് എബ്രഹാമിന് കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഒരുപാട് അവർ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിറങ്ങി നമ്മളെ നാട്ടിൽ കേരള പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്ത് അവർക്ക് സഹി കെട്ടിരുന്നത്. ഏകദേശം 1 വർഷത്തോളത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ഇവനെ പിടിക്കുന്നത്. ഇവനെ ഡൽഹിയിൽ എവിടെ വെച്ചിട്ട് അവനെ പിടിച്ചു, അത് ചേരിയിൽ എവിടെ വെച്ചിട്ട് ഇവനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് പണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവർ 3 മാസം ഇവനെ ശിക്ഷിച്ചു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് വീണ്ടും ഇതേ പരിപാടി തുടരുകയാണ്. അതിനുശേഷം അവർ വീണ്ടും പോലീസിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് യാതൊരുവിധ ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് അവർ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സുരേഷ് ഗോപിയുടെ മോളുടെ കല്യാണമായിട്ട് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുമായിരുന്നല്ലോ അല്ലേ. ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ നമ്മൾ വായിക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സുരേഷ് ഗോപിയുടെ കല്യാണത്തിൻ്റെ ഇടയിൽ വെച്ചിട്ട് പ്രവീണ അങ്ങനെ കല്യാണത്തിന് വിളിച്ച സമയത്ത് ഈ ഒരു ഇഷ്യൂ, അങ്ങനെയാണ് പ്രവീണ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഫോൺ കോൾ പ്ലേ ചെയ്യാം. ഈ കല്യാണത്തിന് ഇടയിൽ വെച്ചിട്ട് ഈ ഒരു ഇഷ്യൂ കല്യാണത്തിന് വിളിച്ച സമയത്ത് അങ്ങനെ പ്രവീണ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഇഷ്യൂ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് സുരേഷ് ചേട്ടാ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് സുരേഷ് ഗോപി സാറ് പറഞ്ഞു, അതിനെന്താ നമുക്ക് PM-നോട് ഡയറക്റ്റായിട്ട് കംപ്ലയിൻറ്റ്, ഞാൻ ഡയറക്റ്റായിട്ട് PM-ന് ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്ത് തരാം, ഡയറക്റ്റായിട്ട് PM-ന് തന്നെ പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കല്യാണ സമയത്ത് അപ്പോൾ തന്നെ പ്രവീണയ്ക്ക് ഭയങ്കര പ്രിവിലേജ് ആയിപ്പോയി. പ്രൈം മിനിസ്റ്റർ നമ്മളൊരു കേസിൽ ഇത്രയും കാലമായിട്ട് നടന്നിട്ട് ഒരു സംഭവം നടക്കാത്ത സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ ആരിപ്പോൾ എന്തൊക്കെ ഒരു കുറ്റമാണ് ഈ സുരേഷ് ഗോപിനെ 2 ദിവസമായിട്ട് പല ആൾക്കാരും പറഞ്ഞില്ലേ, എന്തൊക്കെ ചില ചാനൽസൊക്കെ ചില ആൾക്കാരൊക്കെ എടുത്ത് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അവർക്കൊന്നും ആളുടെ രാഷ്ട്രീയം അതാണ്, ചായ്വ് അതാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മാത്രം അയാൾ ഈ രീതിയിൽ ഇങ്ങനെ വിമർശിക്കലല്ല, വിമർശനമല്ല, അത് ഒരുമാതിരി കരിവാരി തേച്ച് അത്രയും മോശമാക്കുന്ന രീതിയിൽ പോട്ടെ ഫൊഗെറ്റ്. അപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടായിച്ചാൽ ഇങ്ങനെ മീറ്റിംഗ് അറേഞ്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവീണ പോയി. അന്ന് തൃപ്രയാറിൽ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ആ പ്രോഗ്രാം പെട്ടെന്ന് ഫിക്സ് ചെയ്ത് ക്യാൻസൽ ചെയ്യുന്ന സിറ്റുവേഷൻ കൊണ്ട് PM-ന് പോകേണ്ട സിറ്റുവേഷൻ വന്നു, മോദിജിക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്നു. പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ എന്ത് ചെയ്തു, അന്ന് സുരേഷ് ചേട്ടനെ അവിടെ ഇരുന്നിട്ട് രാത്രി ഒരുപാട് ലേറ്റായിട്ട് ഇരുന്നിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്, ഇരുന്നിട്ട് പുള്ളി ഈ ഒരു എന്താ പറയുക കംപ്ലയിൻറ്റ് എഴുതിയിട്ട് PM-ന് ഡയറക്റ്റായിട്ട് കൊടുത്തു. അങ്ങനെ PM-ൻ്റെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് നെക്സ്റ്റ് ഡേ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഡേ തന്നെ ഇവനെ പൊക്കി, അതായത് ഈ ഞരമ്പരെ, അത് ഇത്ര കാലമായിട്ട് അവർ ശല്യം ചെയ്ത് അവരെ
എന്താ പറയുക, ഈ കേരള പോലീസിന് ഒരുപാട് പുറകെ നടന്ന് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും സ്ത്രീകൾക്ക് അഗെയിൻസ്റ്റായിട്ട് കുറ്റകൃത്യ പരിപാടി കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നടക്കണം അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ പല വ്ളോഗേഴ്സിനും ഇതുപോലെ കമൻസ് ചെയ്തിട്ടും ഇതാക്കിയിട്ടും. ഞാൻ ഈ വ്ളോഗേഴ്സാണ് ഈ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞതേ ഉള്ളൂ. പല കുട്ടികളുടെയും ഇതിലൊക്കെ ഒരുപാട് നടന്ന് ശല്യം ചെയ്തിട്ട് നമ്മളെ പോലീസിനെ സമീപിച്ച് ഒരുപാട് കാലങ്ങളായിട്ട് നടന്നിട്ട് ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിട്ട് അല്ലേ? കാരണം അവർക്ക് തെളിവാണ് വേണ്ടത്. കാരണം നിയമങ്ങളും, കാരണം അത്രയധികം കേസസ് കൂടെ കുന്നുകൂടി കിടക്കണം, അറ്റൻഡ് ചെയ്യാൻ പോലും സമയം കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൻ്റെ ഇടപെടലുകൊണ്ട് ഇവനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമില്ല. ഞാൻ ആ ഓഡിയോ ഇവിടെ പ്ലേ ചെയ്യാം കേട്ടോ. കംപ്ലൈന്റ് നമ്മള് കേരള സൈബർ പോലീസിൽ ഞാനിപ്പോ ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ട് കംപ്ലൈന്റ് ഇങ്ങനെ മിക്കവാറും എല്ലാ മാസങ്ങളിലും ഓരോ കംപ്ലൈന്റ് പോയിക്കൊണ്ടിരിപ്പുണ്ട്. അത് ഞാനും കൊടുക്കുന്നുണ്ട്, എന്റെ മകൾ കൊടുക്കുന്നുണ്ട്, എന്റെ ബ്രദർ കൊടുക്കുന്നുണ്ട്. ബ്രദറിന്റെ കുഞ്ഞുണ്ട്, 12 വയസ്സുള്ള പെൺകുഞ്ഞ്. ആ കുഞ്ഞിനെ പോലും ഈ വ്യക്തി ഈ വെറുതെ വിട്ടിട്ടില്ല. മോർഫിയ വളരെ വികൃതമാക്കിയിട്ടാണ്. മോർഫിങ് മാത്രമല്ല, കൊച്ചു കുഞ്ഞുങ്ങളുടെ പെൺകുഞ്ഞുങ്ങളുടെ മുഖം എന്റെ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ ഒക്കെ എന്റെ സിസ്റ്ററിലുണ്ട്, വേറൊരു സിസ്റ്ററിലുണ്ട്, എന്റെ കസിൻ ബ്രദറിന്റെ വൈഫ്. ഇതിങ്ങനെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുക ആരൊക്കെയാണ് പ്രവീണായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കൾ. എനിക്ക് നോവണമെങ്കിൽ, ഞാൻ വേദനിക്കണമെങ്കിൽ എന്റെ ബന്ധുക്കളെ ഉപദ്രവിക്കണമല്ലോ. അതാണ് അവന് ആരാധകൻ എന്നുള്ളൊരു വ്യാജേനയാണ് ചെയ്യുന്നത്. ഇതൊന്നും ആരാധന വേണോ? ഒരു തമിഴ്നാട്ടുകാരനാണ് ഇത് ഒരിക്കലും ഇതൊരു 5 വർഷത്തിന് മുൻപ് ഇതുപോലെ കംപ്ലൈന്റ് വന്ന് ഞാൻ ഇതുപോലെ കയറി ഇറങ്ങി കുറേ മാസങ്ങൾ എന്റെ വിഷമം കണ്ടിട്ടാണോ എന്തോ. ഞാൻ പിന്നെ ADGP മനോജ് എബ്രഹാം സാറായിരുന്നു അന്നിരുന്നത്. സാറിനെ ഞാൻ നേരിട്ട് പോയി കണ്ടു. പിന്നെ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ഇവനെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ടൊന്നിപ്പം പറഞ്ഞു പക്ക ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളാണ്. ഇവർക്ക് കാണുമ്പോ അറിയാലോ, ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോ അറിയാലോ. കുഞ്ഞുങ്ങളെ പോലും ഇപ്പൊ കാണുന്നില്ലേ, അങ്ങനെ കുഞ്ഞുങ്ങളെ പോലും ഉപദ്രവിക്കാൻ മനസ്സുള്ള ഒരാളാണ്. ഈ ഒരു കേസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ സെൻസേഷൻ അല്ല, ഒരുപാട് പേര് ചർച്ച ചെയ്തൊരു സംഭവം കേട്ടോ. പിന്നെ എന്താണെന്നറിയോ, ഈ ഫിലിം സ്റ്റാർസിൻ്റെയൊക്കെ ഇതുപോലെ മോർഫ് ചെയ്ത ന്യൂഡ് ഫോട്ടോസ് എന്ന് പറയുമ്പോൾ കുറേയൊന്നും ഈ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് അല്ല, എന്താ പറയുകയെന്നറിയില്ല. കുറേയൊക്കെ എന്താ വെച്ചാൽ അവർ അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഫോട്ടോസൊന്നും പ്രചരിപ്പിച്ച് കഴിഞ്ഞാലും ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും യാതൊരുവിധ ഇഷ്യൂസും ഇല്ല എന്നുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഫിലിം ആക്ട്രസിൻ്റെ ഫോട്ടോസ് ആണെങ്കിലും ഇത്ര എന്താ പറയുക, ഒരു നിയമത്തിന് പേടി പോലും ഇല്ലാത്ത സിറ്റുവേഷനിൽ. പിന്നെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ ഫിലിം സ്റ്റാർസിനെ അല്ലെങ്കിൽ ഈ ആക്ട്രസസിനെ എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഞാൻ ഈ കൂട്ടത്തിലെടുത്ത് പറയുകയാണ്, നമ്മളെ ഈ ചങ്ങാതി ഉണ്ടല്ലോ സന്തോഷ് വർക്കിയുടെ സ്ഥിതി. എല്ലാ സ്ത്രീകളെക്കുറിച്ചും ഈ സിനിമയിലുള്ള സ്ത്രീകളെക്കുറിച്ചും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ മോശം പറയുക. കാരണം വെച്ചാൽ അവരെന്തും പറയാം നമുക്ക്. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഹണി റോസിൻ്റെ കമൻറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോൾ എന്ത് വേണമെങ്കിലും അവരെ പറ്റി പറയാമെന്നുള്ളൊരു പൊതുവായൊരു ധാരണ ഉണ്ട്. കാരണം അത് കുഴപ്പമില്ല, അവർ ഇതിന് കുറേയൊക്കെ മോശം ആൾക്കാരാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ ആ ഒരു ധാരണ വെച്ചിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അമ്മ ഏത് സഹോദരി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ആ ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഒത്തിരി ഉണ്ടല്ലോ. അവർക്കതൊന്നും ഒരു മറ്റുള്ളവർ വേദനിക്കുന്നതോ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ ഒന്നും അവര് വിഷമിക്കുമല്ലോ, അവരിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് ഉപദേശിച്ച് നേരിടാൻ പറ്റില്ല. കാരണം ആ ബ്രെയിനിൽ അങ്ങനെയാണ് അവന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് വളർത്തിന്റെ ദോഷമാണോ അവന് ജന്മന അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല. ഡൽഹിയിലുള്ള ഞാൻ ഇതിന്റെ അച്ഛനോട് സംസാരിച്ചു, അമ്മയോട് സംസാരിച്ചു, സഹോദരിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അറിയാൻ കഴിഞ്ഞത് ഈ വ്യക്തി ആരോടും വലിയ ഒരു സോഷ്യലി ഒന്നും ഒരു ആൾക്കാരുമായിട്ടൊന്നും സംസാരിക്കത്തില്ല. പുറത്ത് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ്. പക്ഷെ പുള്ളിക്ക് ഭാഗ്യരാജ് എന്നാണ്. ഭാഗ്യരാജ് ഒരു 24 വയസ്സുണ്ട്. ഡൽഹിയിൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റുഡന്റ് ആണ്. ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു ചേരിയിലാണ് ഇപ്പൊ ഞാൻ താമസിച്ചിരുന്നത് എന്നാണ്. അപ്പൊ അവിടെ പോയിട്ടാണ് പിടിച്ചത്, അറസ്റ്റ് ചെയ്തത്. ഭാഗ്യരാജ് നല്ല പേരല്ല, നല്ല ഭാഗ്യരാജ്. അച്ഛനും അമ്മയും കണ്ടറിഞ്ഞിട്ട പേരാണ്. അത്യാവശ്യം നല്ല കയ്യിലിരിപ്പ് കാരണം ഇപ്പം നല്ല ഭാഗ്യം കൈവന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ആർക്കാണ് പരാതി കൊടുത്തത്? പ്രധാനമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതെ, ഞാൻ ഒരുപാട് തവണ ഇങ്ങനെ നമ്മുടെ സൈബർ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. കാരണം ഇത് ഒരു ഫോട്ടോ ഒന്നും, ഇത് ആയിരക്കണക്കിന് ഫോട്ടോ ദിവസം, 365 ദിവസം ഇൻറ്റു 5 വർഷം അല്ലെ 5 വർഷം ഇങ്ങനെയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിയാവുമ്പോൾ ഉണ്ടാവും പോസ്റ്റ്. കണ്ട് നമ്മളെല്ലാവർക്കാണ്, ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഇവർ അയച്ചു കൊടുക്കുന്നത്. എന്തായാലും ഒരു മനുഷ്യൻ സൈക്കോ ആയിട്ട് ഇത് മൂത്തിട്ട് ഇത്രയധികം പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്ത് കൃത്യം 1 മണിയാകുമ്പോൾ പിന്നെ എന്താ പറയുക ടൈമൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യണം. യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈമിംഗ് ഒക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടുമെന്ന് പറയണേക്കാം. അതുപോലെ കറക്റ്റ് 1 മണിയാകുമ്പോൾ എന്നും ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക പറഞ്ഞാൽ എവിടത്തെ സൈക്കോ ആണല്ലേ. ഫോളോ ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ മോർഫ് ചെയ്ത ഫോട്ടോ
ബോഡി നേക്കഡ് ആക്കിയിട്ട് പല പല രാജ്യക്കാരുടെയൊക്കെ ചിത്രങ്ങൾ വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ആക്കിയിട്ട് വികൃതമാക്കിയിട്ടാണ് ചെയ്യുന്നത്. മഹാവൃത്തികെട്ട രീതിയിലാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ, എന്റെ മോളുടെ, എനിക്കൊരു കുഞ്ഞാണുള്ളത്, അവളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ് കോളേജില്. ആ കുഞ്ഞിന്റെ ഫോട്ടോ, എന്റെ പ്രായമായ അമ്മ, എന്റെ സിസ്റ്ററിലോ അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞ RIP മാലയൊക്കെ ഇട്ടിട്ട് വേദനിപ്പിക്കുക. പ്രവീണ അല്ല, ഇങ്ങനെ ഒരുത്തം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യല്ലേ? ഇപ്പോൾ ഇവരൊക്കെ എത്ര അധികം പിടിപാടുണ്ടായിട്ടല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയായിട്ട് കണക്ഷൻ ഉണ്ടാവുക, PM-ൻ്റെ ഓഫീസിൽ വിളിപ്പിക്കേണ്ടി വരിക. ഇവർ ഇത്ര 5.5-6 കൊല്ലമായിട്ട് ഒരു ആക്ട്രസ്സായിട്ട്, ഒരു സെലിബ്രിറ്റി ആയിട്ട് ഇത്ര അധികം കോൺടാക്ട്സ് ഉണ്ടായിട്ട് ഡയറക്റ്റായിട്ട് അവർക്ക് ഈ പറഞ്ഞ DGP ആയിട്ട് കണക്ഷൻസോ അവരായിട്ട് ആക്സസ് ഉണ്ടായിട്ട് പോലും അവരുടെ കേസ് എവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താവും അല്ലേ? എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതേമാതിരി ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാജ്യസുരക്ഷ റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വലിയ ഒഫീഷ്യൽസിൻ്റെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുക പറഞ്ഞാൽ പോലീസ് ഈ രീതിയിൽ ചെയ്യുമോ? രാഖി രാമാനം പോക്കും തോന്നുന്നുണ്ടോ ഇല്ല എന്നുള്ളത്? ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ എങ്ങനെ, ഒരു കുടുംബക്കാരെങ്ങനെ ഇത് കണ്ടുകൊണ്ടിരിക്കുക? ഒരു തവണയായി സഹിച്ചു, 2 തവണയായി സഹിച്ചു, 3 തവണയായി. ഇത് ദിവസം ഉണ്ടെന്നുള്ളതാണ്. ഇന്നും ഇന്നലെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്ക് കേൾക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചതല്ല കേട്ടോ, നമുക്ക് കേൾക്കുന്ന സമയത്ത് ചിരി വരും. എന്താവും അവരുടെ ഒരു അവസ്ഥ, ഇതിലൂടെ കടന്നു പോകുമ്പോൾ അവരുടെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണേ. ഞാനിങ്ങനെ എനിക്ക് എന്നെ അയച്ചു തരുന്നത്, അതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തിട്ട് അവരാണ് എനിക്ക് അയച്ചു തരുന്നത്, അല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണത്. ഇന്നലെ ഇതുപോലെ കോൺടാക്ടുള്ളവര് വിളിച്ചു പറയുന്നത് ഫേസ്ബുക്കിൽ കിടക്കുന്നു. ഇതുപോലെ എനിക്ക് ഞാൻ എന്തിനെങ്കിലും ലൈക്ക് ചെയ്തെന്ന് വെച്ചോ, ഉടനെ അവരെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്, അവർക്കായിരിക്കും ഇത് അയച്ചു കൊടുക്കുന്നത്. ഞാൻ എന്തിനെങ്കിലും ഒരു ഫോട്ടോ അയക്കോ അല്ലെങ്കിൽ ആരെങ്കിലും എന്റെ ഒരു പോസ്റ്റ് ഇട്ടോ, ഞാൻ അതിനൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാല് ആ കമന്റിന് ഒരു റിപ്ലൈ എന്നൊക്കെ പറഞ്ഞു വരുമല്ലോ ഈ ഫേസ്ബുക്കില്, അവിടെ ആയിരിക്കും പിന്നെ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുകയായിരുന്നു. അങ്ങനല്ല, ഞാൻ നേരിട്ട് പരാതി കൊടുക്കണം എന്നായിരുന്നു. അതായത് ഞാനിതൊരു 4-5 ദിവസം മുൻപേ അതുപോലെ സുരേഷ് ഗോപിയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ കല്യാണത്തിന് ഏട്ടനെ ഇങ്ങനെ വിളിച്ചായിരുന്നു, മരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ ഇതിനകത്ത് ഇങ്ങനൊരു ഇതുവരെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 20 നമുക്കിത് നേരിട്ട് വേണമെങ്കിൽ PM-ന് കൊടുക്കാമല്ലോ, ഒരു കാര്യം ചെയ്യാൻ എനിക്കൊന്ന് കംപ്ലൈന്റ് ഒന്ന് എഴുതി തരാൻ പറഞ്ഞു. ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്ത് ചേട്ടന് അയച്ചു കൊടുത്തു. ചേട്ടൻ അന്ന് തന്നെ രാത്രി തന്നെ ഇരുന്നിട്ട് PM-ന്റെ ഓഫീസിലേക്ക് ഇത് അയച്ചു കൊടുത്തു കംപ്ലൈന്റ്. പിന്നെ ഇതിന്റെ എന്തോ അങ്ങനെ അതിനുശേഷമാണ് ഇതിനൊരു ആക്ഷൻ എടുത്തത്. അപ്പം വേണമെങ്കിൽ നിനക്ക് PM-നെ നേരിട്ട് കാണാൻ പിന്നെ അതൊക്കെ വലിയൊരു ഭാഗ്യല്ലേ അമ്മ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി, അദ്ദേഹത്തെ നേരിലൊക്കെ കാണാന്ന് പറഞ്ഞു. ഞാൻ കല്യാണത്തിന് പോയിരുന്നു. അപ്പൊ 10 മിനിറ്റ് ഇത് കഴിഞ്ഞിട്ട്, അതായത് ഈ അമ്പലത്തിൽ വെച്ചല്ല, കാരണം ഇങ്ങനെ ഒരു മാറ്റർ സംസാരിക്കാൻ പറ്റിയ ഒരു സമയമല്ലല്ലോ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു 10 മിനിറ്റ് ഓഫീസിൽ. അപ്പൊ തൃപ്രയാറിലെ പ്രോഗ്രാം പെട്ടെന്ന് അത് കൺഫേം ആയതുകൊണ്ട് അതിന് ഈ പ്രോഗ്രാം ക്യാൻസലായി, ഈ മീറ്റിംഗ് ക്യാൻസലായി. പക്ഷെ എന്നാലും സുരേഷേട്ടന്റെ മനസ്സിൽ ഇത് ഉണ്ടായിരുന്നു. അങ്ങനെ സുരേഷ് ചേട്ടൻ എന്ത് ചെയ്യുന്നറിയാമോ, അത് നേരിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എനിക്ക് പരാതി, അന്ന് രാത്രി തന്നെ ഇരുന്ന് ടൈപ്പ് ചെയ്ത് അങ്ങനെ എന്തോ ആണ്. എനിക്കതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ സംസാരിച്ചു ചേട്ടനോട്, അറിയേണ്ട കാര്യം നടന്നില്ലേ, അത് മതി അത് പറഞ്ഞ് സന്തോഷമായില്ലേ. അതാണ് ക്വിക്ക് ആക്ഷനാണ്, ക്വിക്ക് ആക്ഷനാണ്. അപ്പൊ പറയാനുള്ളത് പാവം എന്താണെന്നുണ്ടെങ്കിലും ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കല്ലേ. പിന്നെ ഇപ്പോൾ ഇത് ഈ വീഡിയോൻ്റെ അടിയിൽ ഒരുപാട് പേര് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇതിലെടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെയും ശരിക്കും പാഷാണത്തിലെ കൃമികൾ എന്ന് പറയുന്നത് അവിടെയും ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം അങ്ങനെ പിടിച്ചതെന്നൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിലുള്ള പോലീസിനും ഇത് വന്നേ പബ്ലിസിറ്റി ആവാമായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് ചില കമൻസ് കണ്ടു. അതിപ്പോൾ എന്താണെങ്കിലും ഒരു നാടാകുമ്പോൾ ചില അലവലാദികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഈ സംഗതിയൊക്കെ കൊളാക്കാൻ വേണ്ടിയിട്ട്, അതും കാണുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും ഇനി അവനെ പിടിച്ചു, അത് തക്കതായ ശിക്ഷ കൊടുത്ത് ഇനിയെങ്കിലും അവൻ ചെയ്യാത്ത രീതിയിൽ, അതിനിപ്പോൾ സൈക്കോ ആണെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റോ എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ അവൻ ഇവരോടും ആരോടും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇവർക്ക് കിട്ടുന്നുള്ളത് പ്രതീക്ഷ മാത്രം കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ രീതിയിലുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ട് ഇത് പുറം ലോകം അറിഞ്ഞു ഈ രീതിയിലായി. ഇതൊന്നും അല്ലാത്ത ആൾക്കാരുടെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരാളും അറിയില്ല, ഒരു മനുഷ്യൻ്റെ കുട്ടി ഇതിൻ്റെ പുറകെ കൂടില്ല, സോഷ്യൽ മീഡിയ എടുത്ത് ഡിസ്കസ് ചെയ്യില്ല, രാഖി രാമാനം പൊക്കില്ല, PM ഓഫീസിൽ പോയിട്ട് ഒരു സ്ഥലത്തും ഇത് എത്തില്ല, ഒന്നും നടക്കില്ല. എത്രയോ ആൾക്കാർ ചിലപ്പോൾ ഈ ഒരു ആഘാതം കൊണ്ട് അല്ലെങ്കിൽ ഷോക്ക് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ മാനസികമായിട്ട് തളരാം. അതോടുകൂടി ചിലപ്പോൾ
എന്താ പറയുക, എന്തും സംഭവിക്കാം അല്ലേ, ജീവൻ വരെ കളയുന്ന സിറ്റുവേഷൻ വരെ സംഭവിക്കാം. കാരണം വെച്ചാൽ മനക്കട്ടി അത്ര എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല.